ഹലോ ഗൈസ്, ഹായ് ഗൈസ് ആൻഡ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ഗൈസ്. ഇന്നത്തെ വ്ളോഗ് എന്തിനെ കുറിച്ചാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. അതായത് കുറേ നാൾക്ക് ശേഷമുള്ള ഒരു ആഗ്രഹം, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുക എന്നുള്ളത്. അത് ഇന്ന് നമ്മൾ ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഏതർ, പിന്നെ iQube, ഇതുപോലുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം വിലയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ അതിൻ്റെ റേഞ്ചിൻ്റെ കാര്യത്തിലായാലും എത്തിത്തീർന്നത് ഓലയിൽ മാത്രമാണ്. സോ നമ്മളിന്ന് ഓല ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് ഗൈസ്. അതാണ് ഇന്നത്തെ ഈ വ്ളോഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് വ്ളോഗിൽ അച്ഛനുണ്ട്, അച്ഛൻ ഡ്രൈവിങ്ങിലാണ്, പിന്നെ ചേട്ടനുണ്ട് ഗൈസ്. ഇന്ന് നമ്മുടെ വ്ളോഗിൽ അമ്മയില്ല. അമ്മയുടെ അമ്മയ്ക്ക് വയ്യാതെ കുറേ നാളുകൊണ്ട് ആശുപത്രിയിൽ തന്നെയാണ്. സോ അമ്മയ്ക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. സോ അമ്മ അവിടെയാണ് ഗൈസ്. നമ്മൾ കിച്ചുവിനെ കൂടെ വിളിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവ അവിടെ ഇല്ല. അല്ലെങ്കിൽ കിച്ചുവും ഈ വ്ളോഗിൽ ഉൾപ്പെട്ടനെ. അപ്പോൾ നമ്മൾ പോണ റൂട്ടെന്ന് പറഞ്ഞാൽ പള്ളിമുക്കിൽ നിന്ന് തിരിഞ്ഞ് കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ, അതായത് കിളിമാനൂരോട്ട് പോണ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ മുന്നിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. സിമ്പിൾ വൺ, ഏതർ, ഇതുപോലെ കുറേ ഓപ്ഷൻസ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഓഫർ, റേഞ്ച്, ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം അവസാനം നമ്മൾ എത്തിച്ചേർന്നത് ഓല എന്ന് പറയുന്ന സ്കൂട്ടറിലേക്കാണ്. ഈ ഓല എന്ന് പറയുന്ന സ്കൂട്ടറിനെ കുറിച്ച് ചേട്ടൻ കൂടുതലായിട്ട് പറയും. ചേട്ടാ, എന്താണ് ഓലയെ കുറിച്ച് പറയാനുള്ളത്? നമുക്കിപ്പം ഓല ഇപ്പം കുറച്ച് നല്ലൊരു ഡിസ്കൗണ്ടഡ് റേറ്റിൽ നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ബാക്കിയുള്ള വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇപ്പം ഏതൊക്കെ ആണെങ്കിലും കുറച്ച് വില കൂടുതലാണ്. സിമ്പിൾ വൺ ആണെങ്കിൽ റേഞ്ച് ഉണ്ട്, പക്ഷേ നമ്മളെ ബഡ്ജറ്റ് അതല്ല. നമ്മൾ ബഡ്ജറ്റ് നോക്കി റേഞ്ച് നോക്കിയപ്പം നമ്മളെ കൊക്കിൽ ഒതുങ്ങുന്നതായിട്ട് നമുക്ക് ഇതാണ് കിട്ടിയത്. പിന്നെ ഓലയാണ് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും ഇപ്പം അവരുടെ എല്ലാം ഓക്കെ ആണ് എന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. അവരിപ്പോൾ എല്ലാം പുതിയ പുതിയ, അതായത് ഇപ്പം പാർട്സ് തന്നെ നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതൊക്കെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് അതിലൊരു വിശ്വാസം വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് കാരേറ്റ് ആ ഒരു റോഡിലൂടെയാണ്. താണ്ടെ കാരേറ്റ് എത്തി. നമ്മളെ ചേട്ടൻ്റെ ഒപ്പീനിയൻ കേട്ടു. ഇനി നമുക്ക് അച്ഛൻ്റെ ഒപ്പീനിയൻ കേൾക്കാം. ഇവര് രണ്ടുപേരും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് വളരെ നാളായിട്ടുള്ളൊരു പ്ലാനായിരുന്നു ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുക എന്നുള്ളത്. കാരണം സോളാർ ഒക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് ലാഭകരമായിട്ട് നമുക്ക് ഓടാൻ കഴിയും. പിന്നെ പെട്രോൾ ചിലവ്, എനിക്ക് ഡെയിലി തിരുവനന്തപുരം വരെ പോയിട്ട് വരുന്നതുകൊണ്ട് പെട്രോളിൻ്റെ ചിലവ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പല വാഹനങ്ങളും തിരക്കി. iQube, ഏതർ, സിമ്പിൾ വൺ, വിഡ, ഹീറോ വിഡ, ഇതൊക്കെ തിരക്കിയെങ്കിലും ഈ ക്വാളിറ്റിയുള്ള വണ്ടികൾ ഉണ്ട്, ഏതർ പോലുള്ള വണ്ടികൾ. പക്ഷേ അതിന് പ്രൈസ് വളരെ കൂടുതലും റേഞ്ച് വളരെ കുറവുമാണ്. അവസാനം കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും ഓലയിലെത്തി. ഓല ഇന്ന് നല്ല ഓഫറുണ്ട്, റേഞ്ച് ഉണ്ട്, പ്രൈസ് കുറവാണ്. പിന്നെ അവരെ ഇഷ്യൂസ് എല്ലാം അവർ പരിഹരിച്ച് വരികയാണ്. അതുകൊണ്ട് അവസാനം ഓലയിൽ ഫിക്സ് ചെയ്തു. അങ്ങനെയാണ് ഇന്ന് നമുക്കൊന്ന് വെഞ്ഞാറമൂട് വരെ പോകാം. അവിടുത്തെ ഓലയുടെ ഷോറൂമിൽ ചെന്ന് നമുക്ക് ബുക്ക് ചെയ്യാം. വണ്ടിക്ക് ഒരു ഏകദേശം ക്യാഷ് ഫുൾ അടച്ചാലും നമുക്ക് ഏകദേശം ഒരു 15 ദിവസത്തോളം താമസം വരുമെന്ന് അവർ പറയുന്നു. പിന്നെ മാക്സിമം നേരത്തെ തരാമെന്ന് പറയുന്നുണ്ട്. ഓല എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. 40,000-ന് പുറത്തൊക്കെ ഓടിയ വണ്ടികൾ എൻ്റെ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ആദ്യകാല വണ്ടികളാണ്. വേറെ ഇഷ്യൂസ്, സർവീസ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിലും കാലതാമസം എടുത്താൽ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ നോക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെയിൻ ഡ്രൈവ് ആണ്. ബെൽറ്റ് അല്ല, ചെയിൻ. എൻജിൻ്റെ മോട്ടറിൻ്റെ സ്ഥാനം മിഡിൽ ഭാഗത്താണ്. ഡിജിറ്റൽ സ്ക്രീനാണ്, ആൻഡ്രോയിഡ് ടൈപ്പ് അങ്ങനത്തെ സ്ക്രീനല്ല. ഓപ്പൺ ചെയ്യുന്ന കീ വെച്ചാണ്, കീ ഉപയോഗിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അപ്ഡേഷനൊക്കെ കുറഞ്ഞിരിക്കും. അപ്പോൾ കൂടുതലും അപ്ഡേഷനിലൊക്കെയാണ് കുറച്ച് ഇഷ്യൂസ് വരുന്നത്. എൻ്റെ മുന്നിലൊരു നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് അനീച്ചൻ ഈ അടുത്ത് നല്ലൊരു വണ്ടി എടുത്ത്, എക്സ്റ്റർ എന്ന് പറയുന്ന ഒരു വണ്ടി. അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ ചേട്ടൻ സ്ഥലത്തില്ലായിരുന്നു. അതുകൊണ്ട് ആണ് റിവ്യൂ കുറച്ച് ലാഗ് ആക്കുന്നത്. ഏതായാലും നമ്മൾ ആ വീഡിയോ ഇടുന്നതായിരിക്കും, അല്ലേ ചേട്ടാ? അതെ, നമ്മളെന്തായാലും ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതെ, ഞാനും ചേട്ടനും ആ വണ്ടി ഓടിച്ചു നോക്കി. എനിക്ക് നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്.
ചേട്ടൻ എങ്ങനെയായിരുന്നു ആ വണ്ടി ഓടിച്ചു നോക്കിയത്? അടിപൊളിയായിരുന്നു, വണ്ടി കൊള്ളാം. സംഭവം നല്ല സേഫ്റ്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. അതായത് അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ചെറിയ വണ്ടിയാണ്, നമ്മളെ ബ്രസ് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി ചെറിയ വണ്ടിയാണ്, പക്ഷേ നല്ല സുഖമാണ് ഓടിക്കാനൊക്കെ, നല്ല സുഖമാണ്, നല്ല രസമുള്ള വണ്ടി. അതുപോലെ തന്നെയാണ് എനിക്കും. അതായത് സ്റ്റിയറിംഗ് ഒക്കെ നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ നിൽക്കും എന്നുള്ള ഒരു ഒപ്പീനിയനാണ് എനിക്കുള്ളത്. നമ്മുടെ തൊട്ട് മുമ്പേ പോണ ഈ വണ്ടി ശ്രദ്ധിച്ചാൽ അതിൻ്റെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചാൽ, അതായത് അത് രജിസ്റ്റർ ചെയ്തേക്കുന്നതെന്ന് പറയുമ്പം ആന്ധ്രാപ്രദേശാണ്. ഇവര് ശബരിമലയിൽ നിന്ന് പോയിട്ട് വരുന്ന വണ്ടിയാണ്. ഇനി വേറെ ഏതെങ്കിലും അമ്പലത്തിലോട്ട് പോകാനായിരിക്കും ഇവരുടെ പോക്ക്. ഏതായാലും അവര് ബിസ്ക്കറ്റിന്റെ കവറൊക്കെ ഇടുന്നുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചു. പഴത്തൊലി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അവര് വലിച്ചെറിയുന്നു. നിങ്ങളാരും അങ്ങനെ ചെയ്യരുത് എന്നേ ഞാൻ പറയും. പഴത്തൊലി കാര്യമായിട്ട് ട്രാഫിക്കിൽ കിടപ്പുണ്ട്. അതായത് അങ്ങനെ ചെയ്താ മറ്റുള്ള പുറകെ വരുന്ന ഡ്രൈവറിന് അത് ഭയങ്കരമായിട്ട് അങ്ങ് അനോയിങ് ആവും. ഗൈസ്, ഇപ്പം ഇത്രത്തോളം ട്രാഫിക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ വെഞ്ഞാറമൂട് പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രത്തോളം ട്രാഫിക് വന്നത്. നിങ്ങളുടെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ പോലീസ് കൺട്രോൾ റൂം എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്, കണ്ട. നമ്മൾ കുറേ നേരം കൊണ്ട് ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ പയ്യെ പൊക്കോണ്ടിരിക്കുകയാണ്. ചെറിയ വഴിയെ കൂടെ പോവേണ്ടതാണ്. നിങ്ങൾ ഈ കാണുന്നില്ലേ, ഇവിടെ മുതലാണ് പാലത്തിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം നമ്മൾ ഈ നടുക്കൂടെ കാണുന്നതാണ് പാലത്തിന്റെ പണി നടക്കുന്നത്. അപ്പോൾ അടിയിൽ കൂടെ സർവീസ് റോഡാക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് തിരിയേണ്ടതോ അല്ലെങ്കിൽ KSRTC ബസ് സ്റ്റാൻഡ് ആ ഏരിയയിലോട്ടൊക്കെ പോകേണ്ടത് ഉള്ളവർക്ക് സർവീസ് റോഡ് വഴി വരാം. വെഞ്ഞാറമൂടാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലം. ഈ MC റോഡിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് വന്നുകൊണ്ടിരുന്ന സ്ഥലം വെഞ്ഞാറമൂടാണ്. അപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ നമുക്ക് വിട്ടടിച്ച് പോവാം. അതായത് നേരെ അങ്ങ് തൈക്കാട് ഡയറക്റ്റ് അങ്ങ് പോവാം. ഈ പാലം അങ്ങ് ഇത്തിരി അപ്പുറം വരെ ഉണ്ട്. ഈ KSRTC സ്റ്റാൻഡ് ടച്ച് ചെയ്യത്തില്ല. അവിടെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ഥലം, ഈ MC റോഡിൽ. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് ഈ പാലം വരുന്നത്. ഈ സൈഡിൽ കൂടെ പോണ കാര്യം ടാസ്ക് ആണല്ലേ. 1, 2, 3, 4 KSRTC ബസ് ഒരുമിച്ച് കിടക്കുവാണ്. ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് മാക്സിമം ഒതുക്കിടാനായിട്ട് അച്ഛൻ സഹായിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വെഞ്ഞാറമൂടുള്ള ഓലയുടെ ഷോറൂമിലോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഈ കാലാവസ്ഥ കണ്ടാൽ മനസ്സിലാവും, വല്ലാത്ത ഒരു മഴയും വെയിലൂടെ ചേർന്ന ഒരു കാലാവസ്ഥയാണ്. നമ്മൾ പോയപ്പം ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ കണ്ടത്. അതായത് ഈ പട്ടിയുടെ കൈയിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് വിട്ടേക്കും. അവിടെ തൊട്ടേ ഇത് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നമ്മളെ കൂടെ വന്നേയിരിക്കും. പക്ഷേ ഈ സൈഡിലൊന്നും ചെറിയ ബിസ്ക്കറ്റാ സാധനങ്ങളോ ഒന്നും വാങ്ങിച്ചു കൊടുക്കാനുള്ള ചെറിയ കടയൊന്നുമില്ല. ആകെപ്പാടുള്ള കോഫി ഹൗസാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പം ഷോറൂമിനകത്തോട്ട് കയറി. സത്യത്തിൽ ഇത് ഷോറൂമിൻ്റെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ കയറിയപ്പോഴേ കണ്ടത് ഒരു 6-7 വണ്ടികളാണ്. അതിലൊരു ബൈക്ക് ഉൾപ്പെടുന്നുണ്ട്. പിന്നീട് അതിൻ്റെ ബാക്കിലുള്ള ഒരു 3-4-5 ഒരു 5-6 വണ്ടികളും കൂടെ നമ്മൾ എക്സ്ട്രാ കണ്ട്. പിന്നെ കളർ വേരിയേഷനെയൊക്കെ കുറിച്ച് പറയുമായിരുന്നു, ഓരോ വേരിയൻറ്റിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. മിഡ് നൈറ്റ് ബ്ലൂ, അതുപോലെ ബ്ലാക്ക്, സിൽവർ പോലുള്ള വൈറ്റ്, അല്ലെങ്കിൽ വൈറ്റ് പോലുള്ള സിൽവർ, ഇങ്ങനെയുള്ള കളർ വേരിയൻസാണ് ഇതിനുള്ളത്. അപ്പം ഇപ്പം നമ്മൾ മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മിഡ് നൈറ്റ് ബ്ലൂ ആണ്. മിഡ് നൈറ്റ് ബ്ലൂ എന്താണെന്ന് അറിയാമല്ലോ. അപ്പം ആ കളറ് നമ്മൾ ആ വണ്ടി ജസ്റ്റ് ഒന്ന് ഓണാക്കിയൊക്കെ നോക്കി, ഇതിൻ്റെ ആ ഒരു ഇൻ്റർഫേസൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഏരിയ ആയാലും എല്ലാം ഞാനും ചേട്ടനും ഒന്ന് നോക്കുമായിരുന്നു. അച്ഛൻ്റെ കൂടെ ആ ചേട്ടനാണെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇതെന്തായാലും അച്ഛൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും, അത് വേറൊരു കാര്യം. പക്ഷേ പുള്ളിക്കാരൻ നല്ല രീതിയിൽ
ഈ വണ്ടിയെക്കുറിച്ച് A to Z കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളാ ഒരേ ഒരു പേടിയെന്ന് പറഞ്ഞാൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. കാരണം എന്ന് പറയുമ്പം ഓലയുടെ കുറേ വണ്ടികൾ ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ട്, സർവീസിങ് ഇഷ്യൂസ് ആണെന്നാണ് അറിഞ്ഞത്. പക്ഷേ അതെല്ലാം ഇപ്പം സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് ആ ചേട്ടൻ വളരെ വ്യക്തമായിട്ട് അച്ഛനടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഒരു ടെസ്റ്റ് ഡ്രൈവിനായിട്ട് ആ ചേട്ടൻ തന്നെ വണ്ടി ഒന്ന് ഇറക്കി വച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇൻ്റർഫേസൊക്കെ അച്ഛനെ കാണിച്ച് ഇങ്ങനെയാണ് ഓരോ കാര്യത്തിൻ്റെ ഫങ്ഷൻസും. അതുപോലെ തന്നെ ഈ വണ്ടി വാങ്ങിക്കുമ്പോൾ നമുക്ക് 2 ഹെൽമറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ വാറൻറ്റിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അവരൊരു 5 വർഷം വാറൻറ്റിയെ പറ്റി പറയുന്നുണ്ട്. അതായത് ഫിസിക്കൽ ഡാമേജ് പറ്റിയാലൊന്നുമല്ല, എന്തെങ്കിലും ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംഭവം വരുവാണെങ്കിൽ അതിന് അവർ വാറൻറ്റി അഷ്യൂർ ചെയ്യുന്നുണ്ട്. ഒരു 3 മോഡ് വരുന്നുണ്ട്. അതായത് എക്കോ മോഡ്, സ്പോർട്സ് മോഡ്, ഇതുപോലെ ഒരു 3 മോഡ്സ് വരുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ കുറിച്ച് ഈ ചേട്ടൻ നല്ല കിടിലമായിട്ട് തന്നെ അച്ഛന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ ഇപ്പം വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മിഡ്നൈറ്റ് ബ്ലൂ വേരിയൻ്റ് ആയിട്ടുള്ള ഓലയുടെ ഈ ഒരു വണ്ടിയാണ്. നോർമലാണെങ്കിൽ 80 വരെയൊക്കെ സ്പീഡ് റണ്ണിങ്ങിൽ തന്നെ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സ്ലോ വേണമെന്നൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ പ്രസ് ചെയ്താൽ ക്രൂയിസ് ആണെങ്കിൽ തന്നെ ലോക്കാവും വിട്ടോ 20 മുമ്പ് ഇടയ്ക്ക് വെച്ചു 40 പോയിട്ട് അത് പ്രസ് ചെയ്താൽ 40 നമ്മൾ റോട്ട് കൊടുക്കുകയാണെങ്കിൽ 40 ലോക്കാണ്. ഇപ്പോൾ റണ്ണിങ്ങിലാണ്, റണ്ണിങ് പിറ്റിലാണ്. ഓക്കെ, നമ്മൾ എടുക്കാൻ വന്ന ആ ഒരു ഓലയുടെ S1H എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റിൻ്റെ നമ്മൾ നോക്കിയത് ബ്ലാക്കാണ്. പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ജസ്റ്റ് മിഡ് നൈറ്റ് ബ്ലൂ ആണെന്നേ ഉള്ളൂ. അച്ഛൻ ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്യാൻ പോയ സമയത്ത് ഞാനാണെങ്കിൽ ഈ ബൈക്കിൻ്റെ ലുക്സൊക്കെ കണ്ടിട്ട് ആ ബൈക്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിരുന്ന് ഓണാക്കിയൊക്കെ നോക്കി. കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല, അത് വേറൊരു കാര്യം. കാരണം എന്ന് പറയുമ്പം ഞാൻ വെറുതെ ആയിട്ട് കയറിയിരുന്നതാണ്, അല്ലാതെ ഈ വണ്ടി എടുക്കാനായിട്ട് വന്നതല്ല. അതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യത്തില്ല. നേരെ വെച്ച് പിടിക്കുകയാണെങ്കിൽ നമുക്ക് വിമാനത്താവളത്തിലെത്താം. നേരെ പോവുകയാണെങ്കിൽ കഴക്കൂട്ടത്തെത്താം, ടെക്നോ പാർക്ക്, പോത്തങ്കോട്, പിന്നെ നാഷണൽ ഹൈവേ 66 നേരെ പോയാൽ പിന്നെ ലെഫ്റ്റിലോട്ട് തിരുവനന്തപുരം. വണ്ടിയുടെ ഓരോ സ്പെക്കിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്പെക്ക് എന്ന് പറയുന്നത്. പിന്നെ അച്ഛൻ ഓടിച്ചു നോക്കി, ചേട്ടനും ഞാനും ഓടിച്ചു നോക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ബുക്കിങ്ങിനായിട്ട് വന്നില്ലേ. വണ്ടിയുടെ ചാർജ് റണ്ണിങ്ങിലാണോ പാർക്കിലാണോ ചാർജിങ്ങിലാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാർജ് ഞാനൊന്നും വേറെ കുഴപ്പമില്ല. ഫുൾ പാക്കാണ്. അവനൊക്കെ എല്ലാവരെയാണ് ബാക്കി ഒരു വണ്ടിക്ക് ചില വണ്ടിക്ക് ഫ്രണ്ട് വരുന്നുണ്ട്, അതിന് കാര്യമില്ല. കഴിയുമ്പോഴാണ് താല്പര്യമായിട്ട്
ഡ്യൂൽ ടോണായിട്ട് വരും. മറ്റേത് സിംഗിൾ കളറായിട്ടാണ് പോകുന്നത്. ഗൈസ്, കളറിൻ്റെ കാര്യത്തിൽ കുറച്ച് സംശയമാണ്. ബ്ലാക്ക് എടുക്കണോ അതോ വൈറ്റ് പോലത്തെ സിൽവർ എടുക്കണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. ബ്ലാക്കിലാകുമ്പോൾ സ്ക്രാച്ച് വീണ വലുതായിട്ട് അറിയത്തില്ല, മറ്റേ സിൽവറിലും അതുപോലെ തന്നെ. പിന്നെ പക്ഷേ ബ്ലാക്കിലാകുമ്പം പൊടി പറ്റുവാണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ചില ചെറിയ ചെറിയ സാധനങ്ങൾ കാരണം അവസാനം ഏത് കളറിലെത്തുമെന്ന് അറിയത്തില്ല. നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ ബ്ലാക്ക് കളറിലെത്തി. പിന്നെ ചേട്ടന് ബൈക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ ബൈക്കിനെ കുറിച്ച് ഉള്ള കുറേ കാര്യങ്ങൾ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. പിന്നീട് അവസാനം നമ്മൾ ബുക്കിംഗ് പ്രോസസ്സിലോട്ട് നമ്മൾ വന്നു. അങ്ങനെ നമ്മൾ ഓലയുടെ S1H എന്ന് പറയുന്ന ആ ഒരു സ്കൂട്ടറാണ്, ആ ഒരു വേരിയൻ്റാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്, ബ്ലാക്ക് കളർ.